അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലെ നമ്മൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ഉള്ള 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ വീട്ടിൽ സിങ്ക് ബ്ലോക്ക് എല്ലാം മാറ്റി അടിപൊളിയാക്കാനുള്ള ഒരു ടിപ്പാണ്, കിച്ചൺ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ അതുപോലെ സിങ്ക് ഒന്ന് ബ്ലോക്കായി പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയും അതുപോലെ തന്നെ വല്ലപ്പോഴും നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് കൂടിയാണിത്. അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ റിമൂവ് ആക്കി കളയണം. വെള്ളമൊക്കെ പോയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ടിപ്സ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ അലർജിയൊക്കെ വരാനും അതുപോലെ തന്നെ ചിലർക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ബ്ലോക്ക് മാറാനായിട്ട് നമ്മൾ വെള്ളം എല്ലാം റിമൂവ് ആയിട്ടുണ്ട്, എല്ലാം പോയിട്ടുണ്ട്. പതുക്കെ ബോൾ ബ്ലോക്ക് ആകുമ്പോൾ അപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ നമ്മുടെ വീട്ടിലെല്ലാവർക്കും അപ്പക്കാരം സോഡ പൗഡർ എന്നൊക്കെ പറയണം. ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 60 ml കപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്ലോക്ക് കൂടുതലാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്തോ. അപ്പോൾ ഇവിടെ ഞാൻ 60 ml ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അളവൊന്നുമില്ല കേട്ടോ, അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി നമ്മുടെ വീട്ടിലുള്ള വിനീഗറാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. വിനീഗർ അതും കൂടെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വിനീഗറും കൂടെ നമുക്ക് അതിൻ്റെയും അളവൊന്നുമില്ല. ഇതും നമ്മളൊരു ഏകദേശം നമ്മൾക്ക് കുറച്ച് എത്രയാണോ നമ്മൾ അറിയാമല്ലോ, നമ്മൾക്ക് എത്ര സിങ്ക് കുറേ ദിവസം ക്ലീൻ ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചധികം ഒഴിച്ചു കൊടുത്തോ. അല്ലെങ്കിൽ നമ്മൾ വീക്കിലി 2 weeks ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ഒഴിക്കേണ്ട, എങ്കിലും ഒരു അളവില്ല കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളം തുറക്കാനേ പാടില്ല ടാപ്പിൽ. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ സിങ്ക് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിട്ടോട് ഉടനെ വെള്ളം തുറന്ന് വിടുകയാണെങ്കിൽ യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇത് 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ തിളപ്പിക്കാൻ വെള്ളം വെക്കണം കേട്ടോ. ചുടുവെള്ളം വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് തിളച്ച് വരും. നല്ല ചൂടുണ്ട്, വെള്ളം കണ്ടില്ലേ, ആവി പറക്കണുണ്ടല്ലേ. അപ്പോൾ അത്രയും ചൂടുണ്ട്. അപ്പോൾ ചുടുവെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചുടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾക്ക് അങ്ങനെ വിടരുത്. പിന്നെ നമ്മൾ ചെയ്യണം, പച്ചവെള്ളം നമ്മൾ അപ്പോൾ തന്നെ ടാപ്പ് തുറക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ടാപ്പും കൂടെ തുറന്നു കഴിഞ്ഞ ശേഷം നമ്മൾക്ക് വൃത്തിയായിട്ട് വെള്ളം കണ്ടില്ലേ, എത്ര പെട്ടെന്ന് വെള്ളം ഒഴുകി പോകണം കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് എല്ലാം അപ്പോൾ പോയിട്ടുണ്ട്. സിങ്ക് ബ്ലോക്ക്, ഡ്രെയിനേജിൻ്റെ എല്ലാ ബ്ലോക്കുകളും മാറിക്കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സോഡാ പൗഡറും അതുപോലെ തന്നെ വിനീഗറൊന്നും ഇല്ല എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി അതിനുള്ളൊരു ടിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം നമ്മുടെ ഉപ്പുണ്ടല്ലോ, പൊടിയുപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിക്കാതെ ഒരു 10 മിനിറ്റ് വെച്ച ശേഷം ചുടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ചുടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ബ്ലോക്കൊക്കെ നമുക്ക് റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ കിച്ചൺ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നിങ്ങൾക്കുള്ള അടിപൊളി കിച്ചൺ ടിപ്സും അതുപോലെ തന്നെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് എ ലോട്ട്, ബൈ. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും താങ്ക്സ് എ ലോട്ട്, ടേക്ക് കെയർ, ബൈ.